ഈ പയ്യ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പ്രേതം ഇവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവ എഴുന്നാക്കത്തെ കണ്ടിട്ട് ആ പ്രേതം ആ കട്ടിൽ തന്നെ പിടിച്ച് കുലുക്കിയിട്ട് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇവൻ ലണ്ടനിലായിരുന്നു. ഇവൻ്റെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ നാട്ടിലേക്ക് വന്നത്. പക്ഷേ ഇവൻ്റെ ജാതകത്തിൽ ഒരു ദോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവന് 2 കല്യാണം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം ഒരു മരത്തെ കല്യാണം കഴിച്ച് ആ മരത്തെ വെട്ടിക്കളയാണെങ്കിൽ ഇവൻ്റെ ആ ദോഷം പോകുമെന്ന് പറഞ്ഞിട്ട് ഇവൻ ആദ്യം ഒരു മരത്തെ കല്യാണം കഴിക്കുകയാണ്. എന്നിട്ട് ആ മരം വെട്ടിക്കളയാണ്. ആ മരത്തിലായിരുന്നു ഇവളുടെ ഈ പ്രേതം ഉണ്ടായിരുന്നത്. ഈ പ്രേതം ഇപ്പോൾ ഇവൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഇവൻ ഈ പ്രേതം ഉണ്ടെന്ന് പറയുന്നൊന്നും ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് തന്നെ ഇവൻ ഇവള് എന്നൊക്കെ പറയുന്നുണ്ടിട്ട്, ഓ നിനക്ക് ഇതിന് മുമ്പ് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നില്ല, അതാ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇവിടെ ഒഴിവാക്കാൻ വിചാരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ബന്ധം തന്നെ തകർന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആ പ്രേതം തന്നെ ഒരു ഷാളിട്ട് പുതച്ചിട്ട് അങ്ങനെ ഇവൻ പറഞ്ഞ പോലെ ഒരു പ്രേതം ഉണ്ടെന്ന് അവക്കും പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ്. അങ്ങനെ ഇവൻ്റെ കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിനും മനസ്സിലാവാണ് ഇവൻ കള്ളമല്ല പറഞ്ഞത്, ശരിക്കും അങ്ങനെ ഒരു പ്രേതം ഉണ്ടെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നീ ആരാണ്, നീ എങ്ങനെയാണ് ഈ അവസ്ഥയിലായെന്നൊക്കെ ചോദിക്കുകയാണ്. ഇവളുടെ പേര് ശശി എന്നായിരുന്നു. ഇവരൊരു ഗ്രാമത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇവക്കൊരു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പുള്ളി എല്ലാവർക്കും വൈദ്യത്തിൽ തന്നെ ഒരു വൈദ്യനായിരുന്നു ഇവളുടെ ചേട്ടൻ. ഇവളാണെങ്കിൽ ഒരുപാട് കഥയും കവിതയൊക്കെ എഴുതി ന്യൂസ് പേപ്പറൊക്കെ അയക്കും. പക്ഷെ ആ ചേട്ടൻ അറിയാതെ, കാരണം പുള്ളിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ആ നാട്ടിൽ റൂപ്ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗായകനുണ്ടാവും. അങ്ങനെ ആ ഗായകനും ഇവളും തമ്മിൽ ഇഷ്ടത്തിലാവാണ്. അങ്ങനെ ഇവരുടെ പ്രേമത്തിൻ്റെ കാര്യമൊക്കെ നമ്മുടെ ശശിയുടെ ചേട്ടൻ അറിഞ്ഞിട്ട് അവനെ ഇട്ട് അടിച്ചതിന് ശേഷം ഇവളുടെ അടുത്ത് പോയിട്ട് അവനെ കൊണ്ടൊന്നും ഒരിക്കലും നിന്നെ നോക്കാൻ പറ്റില്ലെന്ന് പറയാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് രൂപലാൽ നഗരത്തിൽ പോയിട്ട് പാട്ടുകളൊക്കെ ഗ്രാമഫോണിൽ പാടി പബ്ലിഷ് ചെയ്തിട്ട് 300 രൂപ അവൻ്റെ കൈ കിട്ടുകയാണ്. ആ പൈസ ശശിക്ക് മണി ഓർഡറായിട്ട് അവൻ അയച്ചു കൊടുക്കുകയാണ്. അന്നത്തെ കാലത്ത് 300 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ അനിയത്തിയെ അവൻ നന്നായിട്ട് നോക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ കല്യാണത്തിന് സമ്മതിച്ച് ഇവിടെ കല്യാണത്തിന് ഏർപ്പാട് നോക്കുകയാണ്. അന്ന് കല്യാണത്തിന് അവളെ വരുന്നു വിചാരിച്ച അന്ന് തന്നെ അല്ലാതെ അയാളെ കബളിപ്പിക്കുകയാണ്. അവളാണെങ്കിൽ പ്രഗ്നൻറ്റും ആയിരിക്കും ആ ടൈമിൽ. അതുകൊണ്ട് തന്നെ ഇത് താങ്ങാൻ പറ്റാതെ ഒരു മരത്തിൽ അവൾ കെട്ടിത്തൂങ്ങി മരിക്കുകയാണ്. ഇനിയാണ് അവളിപ്പോൾ ഈ പ്രേതമായിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ മുത്തശ്ശി വന്നിട്ട് രണ്ടുപേരോട് ഇനി അടിയൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ്, ആ പെണ്ണിനെയും ചെക്കനെയും. അങ്ങനെ പുള്ളിക്കാരത്തി പോകുമ്പോൾ തന്നെ എന്തോ ഒരു കവിത പാടിക്കൊണ്ടാണ് അമ്മച്ചി പോണത്. അപ്പോൾ തന്നെ അതേതാ പാട്ടെന്ന് ഈ പ്രേതം ചോദിച്ചതു. അത് കേട്ടിട്ട് അതേതാ പാട്ടെന്ന് അമ്മച്ചിനോട് ഇവനും ചോദിക്കുകയാണ്. അങ്ങനെ ആ അമ്മച്ചി ഞാൻ പതിവായിട്ട് ഗ്രാമഫോണിലാണ് ഈ പാട്ട് കേട്ടോണ്ടിരുന്നതെന്ന് പറയാണ്. എന്നിട്ട് അവർ പോവാണ്. അങ്ങനെ ഇവനും അതിൻ്റെ ഡിസ്ക് ഉണ്ടെങ്കിൽ തേടി തരാൻ പറഞ്ഞതു ഇവരും ആ ഡിസ്ക് തേടി അവന് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഡിസ്കിൻ്റെ ബാക്കിൽ റൂപ്ലാലിൻ്റെ പേര്, പിന്നെ അത് എഴുതിയിട്ടുള്ള ഇവളുടെ പേര് അമൃത്സർ 1990 എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടത് ഇവർക്ക് രണ്ടുപേർക്ക് എന്തോ സ്ട്രൈക്കായിട്ട് ഉടനെ തന്നെ അവരുടെ കല്യാണമൊക്കെ നിർത്തി വെച്ചിട്ട് വേഗം ഓടിപ്പോയി ഇവർ രണ്ടുപേരും കാറിൽ കയറാണ്. ഉടനെ തന്നെ ഇവരുടെ കൂടെ തന്നെ ആ പ്രേതവും പോവാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചത്. നീ ഒരു പൊട്ടിയാണ്, നീ ആവശ്യമില്ലാതെ നിന്റെ ജീവൻ തന്നെ എടുത്തു. അമൃത്സർ 1990 എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാവോ. ജൻവാലാബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ജനങ്ങളെല്ലാം ഒരു മീറ്റിംഗ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആയിരിക്കും ആ ടൈമിൽ റൂപ്ലാൽ പാടാൻ അവസരം കൊടുത്ത ആളോട് നന്ദി പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. ടൈമിലായിരിക്കും ബ്രിട്ടീഷുകാർ ഇവർ അറ്റാക്ക് ചെയ്യുന്നതും ആ അറ്റാക്കിൽ റൂപ്ലാൽ മരിക്കുന്നതും. അതുകൊണ്ടാണ് അവൻ ആ കല്യാണത്തിന് വരാൻ പറ്റാഞ്ഞത്. മരിക്കുമ്പോൾ തന്നെ ശശി എന്ന് ഇവളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അവൻ മരിച്ചത്. ഇനി ഇവർ ആ സ്ഥലത്തോട്ട് പോവാണ്. നോക്കുമ്പോൾ അവിടെ ഒരുപാട് പ്രേതങ്ങളുണ്ടായിരുന്നു. പെട്ടെന്നൊരു കവിത കേൾക്കാണ് റൂപ്ലാലിൻ്റെ. അങ്ങനെ ഇവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുകയാണ്.